ചേരുകയാണ് കുവൈറ്റിൽ നിന്ന്. ഇന്നലെ തന്നെ സാലക്സ് പറഞ്ഞതാണ് അവിടുത്തെ സാഹചര്യം. സാലക്സിന്റെ വീടിന് തൊട്ട് സമീപത്താണ് ഈ തീപിടുത്തമുണ്ടായ കെട്ടിടമുള്ളത്. സാലക്സിനൊപ്പം തന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളും ചേരുന്നുണ്ട്. സാലക്സ്, മരണസംഖ്യയേറുന്നു. മലയാളികൾക്ക് ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. 19 പേരാണ് സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്കിലുള്ളത്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള ചിത്രം? ഒപ്പം കൂടെയുള്ള ആളുടെ അനുഭവം അതെങ്ങനെ പങ്കുവയ്ക്കാം? താങ്കളുടെ ഓഡിയോ മ്യൂട്ടാണെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അതുകൂടി ഒന്ന് ഓണാക്കിയ ശേഷം സംസാരിക്കാം. കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ സാലക്സ്. ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കൊന്ന് ചാടി രക്ഷപ്പെട്ട ആളാ. എത്രാം നിലയിലായിരുന്നു താങ്കൾ ഉണ്ടായിരുന്നേ? 1ാം നിലയിൽ, ഫസ്റ്റ് ഫ്ലോർ. ഇത് യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? അപ്പോഴത്തെ സാഹചര്യം അതൊക്കെ ഒന്ന് വിശദമാക്കാമോ? വെളുപ്പിനെ 3:30 ആയി. വെളുപ്പിനെ 3:30 കൂടിയാണ്. അപ്പം അവിടെ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമായിരിക്കും അല്ലേ? നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ചൂടും പുകയും അനുഭവപ്പെടുകയായിരുന്നോ? ചൂടില്ല, റൂമിൻ്റെ അകത്ത് കരിഞ്ഞ പുക. ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് നിർമ്മിതിയുള്ള കെട്ടിടത്തിൽ എങ്ങനെയാണ് ഇത്ര വലിയ തീ പടർന്നു പിടിച്ചത്? എന്തായിരുന്നു അതിന്റെ സാഹചര്യം ഉണ്ടായത്? നമുക്കതൊന്നും അറിയില്ല സാറേ, അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല. എന്തോ നമ്മള് ഇത് രക്ഷപ്പെട്ട് കഴിഞ്ഞ പിന്നെ ഇതെല്ലാം അറിയുന്നത്. ഇത് താങ്കൾ അടക്കം ഈ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. അങ്ങനെ ചാടിയവരുണ്ടോ? വേറെ ആളുകളും ഉണ്ടായിരുന്നോ? ആൾക്കാരുണ്ടോ? ഉണ്ടല്ലേ. നാട്ടിലെവിടെയാണ് താങ്കളുടെ സ്വദേശം? നാട്ടിൽ മംഗലം, ചെങ്ങന്നൂരാണല്ലേ. പേരെങ്ങനെയാണ്? പൂർണ്ണമായ പേര്? സജി വർഗീസ് ആണ് അല്ലേ. ഒപ്പം താങ്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് അപകടത്തിൽപ്പെട്ട അവരുടെ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് താങ്കൾ അറിയാൻ പറ്റുക? അതൊന്നും അറിയത്തില്ല, അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എടുത്ത് ചാടിക്കഴിഞ്ഞപ്പോൾ പരിക്ക് പറ്റിയിരുന്നോ? പരിക്ക് പറ്റി ആശുപത്രി ചികിത്സ തേടിയിരുന്നോ? ഇല്ല അല്ലേ, അത്രയും പരിക്കുണ്ടായില്ല. എന്തായിരുന്നു പിന്നീട് അവിടെ കണ്ട കാഴ്ച? എങ്ങനെയായിരുന്നു? ആളുകൾ ഭയത്തോടെ പുറത്തേക്ക് ചാടുന്നൊക്കെ ആയിരുന്നു അപ്പോൾ കണ്ടത്? നമുക്ക് അന്നത്തെ സിറ്റുവേഷൻ ഒന്നും എന്താണെന്ന് അറിയത്തില്ല. കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ ചേട്ടാ? ആളുകൾ വിളിക്കുന്നുണ്ടല്ലേ. സെലക്സ് ഉണ്ട്, എനിക്ക് മനസ്സിലാകുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ദുരന്ത മുഖത്തെ കാഴ്ചകൾ അദ്ദേഹത്തിന് ഓർത്തെടുക്കുക തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സെലക്സ്, പുള്ളി കുറച്ച് പാനിക്കാണ്. പുള്ളിക്ക് സംസാരിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ഒരു വിഷമത്തിലാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോൾ. സെലക്സ്, ഇപ്പോൾ എവിടെയാണ് നിങ്ങളുള്ളത്? ഒരു വാഹനത്തിനുള്ളിലാണെന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാണ് ഈ ദുരന്തം? ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി, എന്റെ സുഹൃത്താണ് ഇദ്ദേഹം, ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയതായിരുന്നു. ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒന്ന് എത്തിയതാണ്. ഞങ്ങളൊന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. ഓക്കെ. അവിടെ കാണാൻ വേണ്ടി എത്തിയതാണ് അല്ലേ? അദ്ദേഹം ഈ അപകടമുണ്ടായതിന്റെ അടുത്ത് തന്നെയാണോ ഉള്ളത്? അതെ. അപകടം ഉണ്ടായ സ്ഥലത്ത് കുറച്ച് ദൂരെയാണ്, കുറച്ച് മാറിയാണ് ഇദ്ദേഹം. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വേറൊരു ഫ്ലാറ്റിലേക്ക് താമസിക്കാൻ വന്നാണ്. ഞാൻ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഈ അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? കൂടെയുള്ള സെലക്സുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. സെലക്സിനെ തിരികെ കിട്ടും എന്ന് നമുക്ക് കരുതാം. എന്തായാലും